ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്വയസ് ചെയ്യുന്നത്. അപ്പോൾ പുതുപുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബസ് സിമുലേറ്റർ ജോയിൻ ചെയ്തിട്ട് കുറേ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബസ് സിമുലേറ്റർ ജോയിൻ ചെയ്തിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്ക് കമൻറ്റ്സ് കാണാറുണ്ട്. അതായത് ഈ ഒരു ബസ് സിമുലേറ്റർ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്ക്, അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാനൊക്കെ വേണ്ടി കമൻറ്റുകൾ ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ബസ് സിമുലേറ്റർ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിം ഞാൻ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ചിലപ്പോൾ എല്ലാവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണത്തിന് നോട്ടിഫിക്കേഷൻ വിളിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതായത് നമ്മൾ ബസ് സിമുലേറ്റർ അൾട്ടിമേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 754 MB ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹിന്ദിയാണ്, ഇത് ഫുള്ള് ഹിന്ദിയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫസ്റ്റത്തെ കമ്പനി ബനാവ് കൊടുക്കുകയാണ്. ബസ് സിമുലേറ്റർ അൾട്ടിമേറ്റ് ബസ് എന്നുള്ളത് ഹിന്ദിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടിയിൽ ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് സ്കാൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബെൻസിൻ്റെയും പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ പേരൊക്കെ അടിക്കാൻ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ബനാവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ വണ്ടിയുടെ മുമ്പിൽ നമ്മുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, സ്വയസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ കരിയറുണ്ട്, അൺലിമിറ്റഡ് ലീഗ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഈ ലാംഗ്വേജ് ഒന്ന് മാറ്റി ഇംഗ്ലീഷ് ആക്കാൻ പറ്റും നോക്കാം. ഏറ്റവും അടിയിലായിട്ട് സെറ്റിങ്സിൻ്റെ സൈൻ കാണുന്നുണ്ട്. അപ്പോൾ ആ സെറ്റിങ്സ് ജസ്റ്റ് എടുക്കുക. ഭാഷ ഇവിടെ ഹിന്ദിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മാറ്റി ഇംഗ്ലീഷ് ആക്കാം. ഇപ്പോൾ ഇംഗ്ലീഷ് അതിൻ്റെ എല്ലാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റാൻ പറ്റും. അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷ് ഇപ്പോൾ ഒക്കെ ഇംഗ്ലീഷ് അതിൻ്റെ. അപ്പോൾ ഇവിടെ മുകളിൽ ക്രിയേറ്റ് റൂട്ടുണ്ട്, അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഗെയിം തുടങ്ങാം. ഭോപ്പാലുണ്ട്, നാഗ്പൂർ ഉണ്ട്. ഭോപ്പാൽ ചൂസ് ചെയ്യാം, നാഗ്പൂർ യൂസ് ചെയ്യാം, അക്സെപ്റ്റ് കൊടുക്കാം. ഗെയിം ഓപ്പൺ ആയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കളിച്ച് നോക്കാം. ഇവിടെ സ്നാപ്സ് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, സ്റ്റിയറിംഗ് വീലിൻ്റെ ഓപ്ഷൻ ഉണ്ടോ എന്ന് മിനിറ്റ് നോക്കട്ടെ. സ്റ്റിയറിംഗ് വീല് മാറ്റാൻ എനിക്ക് വലിയ അറിയില്ല, കാരണം ഞാൻ ജസ്റ്റ് ഇപ്പോൾ കളിച്ച് തുടങ്ങിയുള്ളൂ. പിന്നെ മുകളിൽ കുറേ ഓപ്ഷനുകളുണ്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വലിയ പിടുത്തില്ല. പിന്നെ ക്യാമറ ആംഗിൾ മാറ്റാൻ ഈ ഒരു സംഭവം നടത്തിയാൽ മതി. അപ്പോൾ ഈ ഒരു ആംഗിളുകളൊക്കെയാണ് ഉള്ളത്. മുമ്പിൽ നിന്നുള്ള ആംഗിളുണ്ട്, മുകളിൽ നിന്നുള്ള ആംഗിളുണ്ട്, 360 ഡിഗ്രി ആംഗിളുണ്ട്. നമ്മുടെ വണ്ടിയുടെ പേര് സൈഡിലും മുമ്പിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇത് മൊത്തം ഡോറ് ക്ലോസ് ചെയ്യും മുകളിലത്തെ. അത്യാവശ്യം കൺട്രോളൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. ഇൻറ്റീരിയർ വ്യൂ ഇട്ട് ഓടിച്ചോക്കെ അത് നല്ലത്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വ്യൂ വരുന്നത്. സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുന്നൊക്കെ കാണാൻ കൊള്ളാം. ഗ്രാഫിക്സൊക്കെ അത്യാവശ്യം അടിപൊളിയാണ് ഇതിൻ്റെ. പിന്നെ ഇതിൽ വണ്ടികളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല, കാരണം ഞാൻ ജസ്റ്റ് ഇപ്പോൾ കയറ്റുള്ളൂ. പിന്നെ ഇതിൽ ഒറ്റ കൈ കൊണ്ട് തിരിക്കുക, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ തിരിച്ചെടുക്കും, അത് കൊള്ളാം. നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് പുറത്തിറക്കി നോക്കാം. അപ്പോൾ ഇതിൽ ഗ്രാഫിക്സൊക്കെ കൊള്ളാം. മുകളിൽ ആ സൂര്യൻ്റെ ആ ലൈറ്റൊക്കെ നല്ല കളറിങ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മുമ്പിലത്തെ ലുക്ക്, ഇതാണ് മുകളിലത്തെ ലുക്ക്. ഇത് 360 ഡിഗ്രി ലുക്കാണ്. അപ്പോൾ എന്തായാലും ഇത്ര ഉണ്ടായുള്ളൂ. പിന്നെ ബാക്കി ഇതിനെക്കുറിച്ച് കൂടുതൽ സംഭവങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം നമ്മളിതൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലത്തെ വീഡിയോ ആയിരുന്നു. ഈ ബാക്കി ഇതിനെക്കുറിച്ച് സംഭവങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്ര ഉണ്ടായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണത്തിന് നോട്ടിഫിക്കേഷൻ എവിടെ. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടു പോയി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.